ഒരു ദിവസം പോലും മാറി നിന്നിട്ടില്ലായിരുന്നു. മോളുടെ ആഗ്രഹം അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനോട് താല്പര്യമായിരുന്നു. ഫ്യൂച്ചർ പ്ലാൻസ് എനിക്ക് ആഗ്രഹം ഒരു പീരിയാട്രിക് ആവണമെന്നാണ്. പക്ഷെ ഇനി അവിടെ ചെല്ലുമ്പോ അറിയില്ല. പിന്നെ യൂറോപ്യൻ കൺട്രീസ് എവിടെ തന്നെ സെറ്റിൽ ആവണം. ആദ്യം തന്നെ എനിക്ക് നാട്ടിൽ പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എൻട്രൻസ് ചെയ്ത് തന്നെ പോകാം, അതെന്റെ ആഗ്രഹമായിരുന്നു എൻട്രൻസ് ചെയ്ത് നേടണമെന്ന്. പിന്നെ പാരന്റ്സിന് മോർ അഫോർഡബിൾ ആയിരുന്നു, അതുകൊണ്ട് തന്നെ പരിഗണന ചൂസ് ചെയ്തത്. ഒരു വർഷം എനിക്ക് അങ്ങനെ വേസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് പോവാ അത്രയും പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം US ആണേലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോവാണെങ്കിലും കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. അപ്പൊ യൂറോപ്യൻ യൂണിയനിലുള്ള കൺട്രി ആയതുകൊണ്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും നിങ്ങൾക്ക്. യൂറോപ്യൻ യൂണിയനിലുള്ള വേറെ ഏതെങ്കിലും കൺട്രി, ഇപ്പൊ ജർമ്മനി അല്ലെങ്കിൽ ഇപ്പൊ അയർലാൻഡിലൊക്കെ സെറ്റിൽ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അതാണ് പ്ലാൻ ഉള്ളത്. ഫാമിലിയും അവരും ഫുൾ സപ്പോർട്ടായിരുന്നു. എന്റെ താല്പര്യത്തിനോട് അവരും എതിർത്ത് നിന്നില്ല, ഫുൾ സപ്പോർട്ടായിട്ടായിരുന്നു. എല്ലാം അവരും ചെയ്തു തന്നു. എല്ലാ കാര്യങ്ങളും കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫാദർ തന്നെയായിരുന്നു. ഇതുവരെയുള്ള നമ്മുടെ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക്? ഓരോ ചോദിക്കുന്നതിനെല്ലാം ഞങ്ങൾക്ക് മറുപടി അപ്പോഴപ്പം തന്നുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ ഇതുവരെ കൊണ്ടുവന്നു. ഇനി അങ്ങോട്ടേക്കും അങ്ങനെ തന്നെ ആയിരിക്കും, നമ്മളും ഉറപ്പ് വരുവാണ്. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.